السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق صدق الله العلي العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയരെ, ഫറാസ്ദോ 2K24ൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിലാണല്ലോ നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഈ അവസരത്തിൽ പുതിയ കാല വായനയും മനുഷ്യനും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം സംവദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനായി വളരാനുള്ള പ്രഥമ മാർഗം വായനയാണെന്ന വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നു. ആധുനിക കാലത്തെ വായനയുടെ പ്രതിസന്ധിയും അതിൻ്റെ മാറ്റങ്ങളും ആഴത്തിൽ വിലയിരുത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൽ വായനക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഖുർആനിലെ ആദ്യവചനമായ ഇഖ്റ, അതായത് വായിക്കൂ എന്ന ആജ്ഞ തന്നെ അറിവിൻ്റെ പ്രാധാന്യത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. വായനയും അറിവും മനുഷ്യനെ സമഗ്രമാക്കി മാറ്റുന്ന ശക്തിയെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അറിവ് തേടലിൻ്റെയും ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൻ്റെയും ഒരു മഹത്തായ ഉദാഹരണം കാണാം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോക ചിന്തകന്മാർക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ, സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, others to be swallowed, and some few to be chewed and digested. മാർക്കിസ് ശൈലി വായനയെ മനസ്സിൻ്റെ ആഹാരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയ് പറയുകയുണ്ടായി, റീഡിംഗ് ഈസ് എ ബെസ്റ്റ് വേ ടു ലേണിംഗ് വിത്തൗട്ട് എക്സ്പീരിയൻസ് എന്ന്. പോലോ കൊയ്ലോയുടെ വാക്കുകൾ വായനയുടെ പ്രത്യേകതയെ തുറന്നു കാട്ടുന്നു. വായന ജീവിതത്തെ തുറന്നിടുന്ന ജാലകമാണ്. അത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിശാലമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. മാനവികതയുടെ വിവിധ തലങ്ങളിലേക്ക് മനുഷ്യന്റെ സഞ്ചാരത്തിന് വായനയാണ് ഉപകരണമായി പ്രവർത്തിക്കുന്നത്. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ്. ഡിജിറ്റൽ കാലഘട്ടം എന്നതോടുകൂടെ വായനക്ക് സംഭവിച്ച പ്രധാന ദ്രോഹങ്ങളെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ വാനമ്പാടിയായി ഓഡിയോ വിഷ്വൽ മാധ്യമങ്ങൾ പടരുകയാണ്. സാങ്കേതിക മുന്നേറ്റം എന്ന പേരിൽ പുസ്തക വായനയില്ലാതെ യൂട്യൂബ് വീഡിയോയും പോഡ്കാസ്റ്റുകളും സോഷ്യൽ മീഡിയയും ഇന്നത്തെ ജനതയുടെ പ്രധാന ജ്ഞാന സ്രോതസ്സായി മാറുകയാണ്. നമുക്ക് വായന മരിച്ചാലുണ്ടാകുന്ന അതിൻ്റെ ആഴത്തിലുള്ള ദോഷങ്ങളെ തിരിച്ചറിയാനായിട്ടില്ല. വായന മരിച്ചാൽ മാനസിക വികാസത്തെ നിലച്ചു പോകാൻ ഇടയാക്കും. അതുപോലെ അക്രമമോ തെറ്റിദ്ധാരണകളോ വേരൂന്നാൻ കാരണമാകും. നൂതന ചിന്തകളും ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളും മുടക്കുകയും ചെയ്യും. സമഗ്ര വായനയുടെ അഭാവം കാരണം ഇന്ന് കൂടുതൽ മനുഷ്യർ ചുരുക്കം ഉള്ളടക്കം മാത്രം വായിക്കാൻ നിവൃത്തിയെടുക്കുകയാണ്. ചിന്തകൾ ആഴത്തിലേക്ക് പോകുന്നതിനു പകരം പോസ്റ്റുകൾക്കും സ്റ്റാറ്റസുകൾക്കും ചുരുങ്ങുന്നു. ഓഡിയോ വിഷ്വൽ സെൻട്രിക് മാധ്യമങ്ങൾ വായനയെ മറികടക്കുന്നു. അപ്രകാരം തന്നെ വ്യക്തികൾ ഇന്ന് വെറും ഒരു ദൃശ്യമാധ്യമങ്ങളുടെ കാഴ്ചക്കാരായിട്ട് മാറുകയാണ്. വായനയും അനുഭവവും കൂടിച്ചേർന്നാൽ മാത്രമാണ് ഒരു മനുഷ്യന് നല്ല മനസ്സും സദാചാരവും ഉണ്ടാവുക എന്ന് കുഞ്ഞുണ്ണിമാഷ് വ്യക്തമാക്കുന്നുണ്ട്. വായനയെ കൂടുതൽ സജീവമാക്കാൻ നാം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാം വായനയുടെ ദിശയിലേക്ക് സഞ്ചരിക്കുക. പുസ്തകങ്ങളെ പഠനത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റുക. സ്കൂളിൽ വായനാ ദിനം, പുസ്തക പരിചയമേളകൾ തുടങ്ങിയവ നന്നായി പ്രോത്സാഹിപ്പിക്കുക. വായനക്ക് മൂല്യനിർണ്ണയം നൽകുകയും ആഴമുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വിജ്ഞാനപുഷ്ടമാകുന്ന പുസ്തകങ്ങളുടെ പരിചയം സമൂഹത്തിൽ എത്തിക്കുകയും ചെയ്യുക. പ്രത്യേക വായനാ ക്ലബ്ബുകൾ സ്ഥാപിച്ച് വായനക്ക് പുത്തനർത്ഥം നൽകുക. ഓരോ സമൂഹത്തിലും വായനാ കളരികൾ സൃഷ്ടിക്കുക. അവസാനമായി, നമ്മുടെ ജീവിതത്തിൽ വായന അടിത്തറയാണ്. വായനയുടെ ചരിത്രവും അതിൻ്റെ അവശേഷിപ്പുകളും നാം അനവരതമായി പഠിക്കേണ്ടതുണ്ട്. ന്യൂ ജനറേഷൻ തിരക്കുകൾക്കിടയിലും നല്ല വായന സംസ്കാരം ആർജിക്കുക ഓരോരുത്തരുടെയും കടമയാണ്. വായന മരിച്ചാൽ മനസ്സ് മരിക്കുമെന്ന കുഞ്ഞുണ്ണിമാഷിൻ്റെ വാക്കുകൾ സമാപനമായി ഓർമ്മിപ്പിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.